ഞാനൊരു ആംഗ്ലിക്കൻ സഭാംഗമാണ്. അതായത് ഈ ബ്രിട്ടീഷുകാർ വന്നപ്പം അവിടുത്തെ മിഷണറിമാർ വന്ന് തുടങ്ങിയ ചർച്ചുകളാണ് ഈ ആംഗ്ലിക്കൻ ചർച്ചുകൾ. CSI, CMS അങ്ങനെ ഒരു 3-4 ചർച്ചുകളാണ് ഈ ആംഗ്ലിക്കൻ ചർച്ചായിട്ട് വരുന്നത്. പിന്നെ അതിനകത്തായാലും ശരി, നമ്മൾ ബാപ്റ്റിസം കഴിയാതെ ഒരിക്കലും ഒരാളെ ക്രിസ്ത്യൻ രീതിയിൽ ഫ്യൂണറൽ ചെയ്യാൻ പറ്റത്തില്ല. കോട്ടയംകാരൻ തങ്കച്ചന്റെ പ്രിയപുത്രി രേഷ്മ പി തങ്കച്ചൻ. ഹാപ്പി ആണല്ലോ അല്ലേ നിങ്ങൾ ഇൻട്രോയില്? ആ ഒരു അന്തരിച്ച കലാകാരന്റെ ഭാര്യ എന്നും പറഞ്ഞ് ഈ സ്ത്രീയെ ഞാൻ അങ്ങോട്ട് അഭിസംബോധന ചെയ്യാത്തതിൽ ഹാപ്പി അല്ലേ നിങ്ങൾ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ആ ഒരു കലാകാരന്റെ പേരും ഒന്നും ഇനി കൊണ്ടുവരണ്ട എന്ന് തീരുമാനിച്ചത്. മാക്സിമം ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യ എന്ന് പറഞ്ഞ് ഈ ഒരു സ്ത്രീയെ ഇൻട്രൊഡ്യൂസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കാം, നിങ്ങളുടെ താല്പര്യപ്രകാരം. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. തങ്കൻ ചേട്ടൻ മൊത്തത്തിൽ 3G ചേട്ടനാകാൻ പോവുക. മകളെ രക്ഷിക്കാൻ വേണ്ടി അച്ഛൻ ഇറങ്ങിയതാ സോഷ്യൽ മീഡിയയിലെ കളത്തിലേക്ക്. ഇപ്പോ അച്ഛനെ രക്ഷിക്കാൻ ആര് വരും? കഴിഞ്ഞ ദിവസം എന്നൊന്നും പറയാനില്ല, എൻ്റെ ലാസ്റ്റ് വീഡിയോ ഈ രേഷ്മ തങ്കച്ചനുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള അവസാന വീഡിയോയിൽ ഞാൻ ഒരു ഹോം ടൂർ കുറച്ച് ക്ലിപ്പുകൾ എടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഈ തങ്കൻ ചേട്ടൻ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇവരുടെ ഈ ആംഗ്ലിക്കൻസ് എന്ന് പറയുന്ന ആ ഒരു രൂപത, അല്ലെങ്കിൽ ഇവർ ഇൻക്ലൂഡ് ആയിരിക്കുന്ന ആ ഒരു ക്രിസ്ത്യൻ സഭ, അതിൽ ഇപ്പോൾ ഏതൊരു ഹിന്ദുവിനും ഏതൊരു മുസ്ലിമിനും ആർക്കും അയാൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങളുടെ പള്ളിയിൽ അയാളെ അടക്കാം. പ്രത്യേകിച്ച് മറ്റേ ആചാരങ്ങൾ, ഈ മാമോദിസയൊക്കെ ഇല്ലേ, അതൊന്നും വേണ്ട എന്ന് ഈ തങ്കൻ ചേട്ടൻ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒരുപാട് ആളുകൾ ശ്രദ്ധിച്ചു. അതുകൊണ്ട് തന്നെ ഈ ആംഗ്ലിക്കൻ വിഭാഗത്തിലുള്ള ഒരു ബ്രദർ എന്നെ കോണ്ടാക്ട് ചെയ്തു. എന്നിട്ട് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. ഞാനത് കേൾപ്പിക്കാം നിങ്ങളെ. എൻ്റെ പൊന്ന് തങ്കൻ ചേട്ടാ, കാണുന്നുണ്ടോ തങ്കൻ ചേട്ടൻ? നീ സോഷ്യൽ മീഡിയ വഴി തങ്ങളെ ഞങ്ങൾ മറ്റേ വലിച്ചു കീറിയതെന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങരുത്. വന്നിരുന്ന് വിടുവായിത്തരം പറഞ്ഞാൽ, നാട്ടുകാരെ വീണ്ടും പറ്റിക്കാൻ ശ്രമിച്ചാൽ, അതും ഒരു ക്രിസ്ത്യൻ സഭയൊക്കെയാണ് ഇയാൾ എടുത്തു വെച്ചിട്ട് ആക്ഷേപിച്ചിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഇയാൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ പിന്നെ വിശ്വാസികൾ അല്ലെങ്കിൽ ആ ഒരു സഭയിലുള്ള ആളുകൾ, അതിൽ നന്നായിട്ട് താങ്കളെക്കാട്ടിലും നല്ല അറിവുള്ള ആ സഭയിലുള്ള ആളുകൾ വന്നിട്ട് റിയാക്ട് ചെയ്യും. അപ്പൊ പിന്നെ കരഞ്ഞുകൂവി ഓടാനേ പറ്റൂ. കംപ്ലൈന്റ് കൊണ്ട് ഇറങ്ങിയിട്ട് കാര്യമില്ല കേട്ടോ. എന്താണെങ്കിലും തങ്കൻ ചേട്ടൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഞാൻ ഫസ്റ്റ് നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം, ഇല്ലെങ്കിൽ പറവുകാരനെ കള്ളാന്ന് വിളിക്കും. എന്നിട്ട് ഈ ആംഗ്ലിക്കൻ എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിലുള്ള ഒരു ബ്രദർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. സത്യം പറഞ്ഞാൽ കേൾക്കുമ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോവും. അതൊക്കെ ഞാൻ കേൾപ്പിക്കാം. അദ്ദേഹവും എന്നോട് സംസാരിച്ച ആ ഒരു വ്യക്തിയും കോട്ടയംകാരനാണ്. അദ്ദേഹം പറഞ്ഞത് വെച്ച് അപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞാൽ അദ്ദേഹം എന്നെ കോണ്ടാക്ട് ചെയ്തത് വളരെ നന്നായി. ബ്രദർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വളരെ എനിക്ക് വലിയൊരു നന്ദി പറയാനുണ്ട്. കാരണം എനിക്ക് അറിയില്ലായിരുന്നു. നമുക്ക് എല്ലാ കാര്യത്തിലും എല്ലാത്തിലും മറ്റേ അറിവുണ്ടാവാനായിട്ട് ഞാൻ അത്ര വലിയ ആളൊന്നുമല്ല. എനിക്ക് അറിവില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ എനിക്കിങ്ങനെ ആംഗ്ലിക്കൻ എന്ന് പറയുന്ന ആ ഒരു ടേം എനിക്കറിയില്ല. ഇങ്ങനൊരു സഭയുള്ളതോ ഒന്നും എനിക്കറിയില്ല. സഭ എന്നല്ല, ഈ CSI, CMS ഞാൻ പറയുന്നില്ല. അദ്ദേഹം തന്നെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം നിങ്ങൾ കേട്ടാൽ മതി. അതിനു മുമ്പ് നമ്മുടെ തങ്കൻ ചേട്ടൻ പറയുന്നത് ഒന്ന് കേട്ടേ നിങ്ങൾ. പിന്നെ വീഡിയോയിലൊക്കെ പോകുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് ലൈക്ക് ഒക്കെ തരിക വീഡിയോയ്ക്ക്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. ഇനി ഓൺ ടു ദ വീഡിയോ ഓഫ് തങ്കൻ ചേട്ടൻ. അല്ല ചേച്ചി, അത് പറഞ്ഞപ്പോ നമ്മുടെ വീഡിയോയിൽ ചേച്ചി പറഞ്ഞിട്ടുണ്ട്, സുധിച്ചേട്ടൻ ഹിന്ദു തന്നെയായിരുന്നു, ക്രിസ്ത്യനിലേട്ടൊന്നും മാറിയിട്ടില്ല, പക്ഷേ ക്രിസ്ത്യൻ രീതിയിലാണ് അടക്കം ചെയ്തത്. അപ്പൊ അതിന്റെ അടിയിൽ ഒരുപാട് കമന്റുകൾ, നമുക്ക് അതിനൊരു വിശദീകരണം കൊടുക്കണമല്ലോ. ഇങ്ങനെ ഒരു കമന്റ് വന്നു, അതായത് സ്വാഭാവികമായിട്ടും ക്രിസ്ത്യൻ രീതിയിൽ അടക്കം ചെയ്യണമെങ്കിൽ ക്രിസ്ത്യാനിറ്റിയിൽ വന്നവർക്ക് മാത്രമേ പറ്റുള്ളൂ. അതിന്റെ എന്താണ് യാഥാർത്ഥ്യം? പപ്പ അത് എന്താ സംഭവം? അത് കറക്റ്റ് അതെന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പം ക്രിസ്തീയ വിശ്വാസത്തില് തന്നെ ഒരുപാട് ഇതുണ്ട്, പിന്നെ ശാഖകളുണ്ട്. ഓക്കെ ഓക്കെ. ഒക്കെ ഉണ്ട്. അപ്പൊ ഈ പ്രൊട്ടസ്റ്റന്റിലല്ല, ഞങ്ങള് ഒരു ആംഗ്ലിക്കൻ സഭയിലായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഒരു വിശ്വാസം അല്ലെങ്കിൽ ആ കൂടി വരുന്ന ആ ഇത് നോക്കുമ്പം എങ്ങനെയാന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോ ഒരു മനുഷ്യൻ മരിച്ച് അദ്ദേഹം നേരത്തെ എങ്ങനെ ആയിരുന്നു, ഇതൊന്നും അല്ല, അദ്ദേഹത്തിന് ഇഷ്ടമുണ്ടല്ലേ, അദ്ദേഹത്തിന്റെ ബന്ധുക്കാർ നമ്മുടെ കൂടെ ആണെങ്കിൽ നമുക്കത് അടക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ആ ഒരു ബേസേ ഉള്ളൂ. ഇപ്പൊ കത്തോലിക്കരാണെങ്കിലും നടക്കത്തില്ല. അവർക്ക് അത് അങ്ങനെ പ്രൊട്ടസ്റ്റന്റ് വിഭാഗം ഇതും മാറ്റമുണ്ട്. അതൊരു വിശ്വാസത്തിന് ഞാൻ പറഞ്ഞു. അത് കേട്ടല്ലോ നിങ്ങൾ, അദ്ദേഹം പറയുന്നത് കേട്ടല്ലോ. പ്രത്യേകിച്ച് ഇപ്പോൾ എനിക്ക് അവിടെ പോയി ഞാൻ മരിച്ചുപോയി, എൻ്റെ ആഗ്രഹം അവിടെ എന്നെ അടക്കണമെന്നാണെങ്കിൽ ഞാനങ്ങ് പറഞ്ഞാൽ മതി അവരോട്, അവരെന്നെ എടുത്തങ്ങ് അടക്കിക്കോളും. എൻ്റെ കുടുംബക്കാരെ ഒക്കെ ആയാൽ മതി.
അല്ലാതെ ഞാനൊരു ക്രിസ്ത്യാനി ആവണം അല്ലെങ്കിൽ ഞാൻ മറ്റേ എന്താണ് നമ്മുടെ മാമോദിസ മുങ്ങണം അങ്ങനൊന്നും ഇല്ല എന്നാണ് ഈ വ്യക്തി പറയുന്നത്. അയാൾ തന്നെ പറയുന്നുണ്ടല്ലോ ഞാനൊരു ആംഗ്ലിക്കനാണ് എന്നുള്ളത്. ആംഗ്ലിക്കൻ കറക്റ്റ് അല്ലേ വേർഡ്? എൻ്റെ വായിൽ നിന്ന് ഞാനത് പറയുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് തെറ്റ് പറ്റുന്നുണ്ടെങ്കിൽ എന്നോടൊന്ന് ക്ഷമിക്കുക കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് അത് കേൾക്കുന്നത്. എനിക്ക് അറിയാതെ പോയത് കൊണ്ടാണ്, ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ ആരെയാണ് ആംഗ്ലിക്കൻ എന്നുള്ളൊരു വേർഡ് ആ ഒരു കാറ്റഗറി വരുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അതിൽ ആരൊക്കെ ഇൻക്ലൂഡ് ആവുന്നു അതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എന്തായാലും ഇനി എന്നോട് സംസാരിച്ച ആ വ്യക്തി പറയുന്ന കാര്യങ്ങൾ നമുക്ക് അതൊന്ന് കേൾക്കാം. നിങ്ങളുടെ ഇടയിലെ ഒരു വ്യക്തിയാണ്. ഓക്കെ ബ്രദറെ, ഞാൻ പറയാൻ വന്നത് ഞാനൊരു ആംഗ്ലിക്കൻ സഭാംഗമാണ്. അതായത് ഈ ബ്രിട്ടീഷുകാർ വന്നപ്പം അവിടുത്തെ മിഷണറിമാർ വന്ന് തുടങ്ങിയ ചർച്ചുകളാണ് ഈ ആംഗ്ലിക്കൻ ചർച്ചുകൾ. CSI, CMS അങ്ങനെ ഒരു 3-4 ചർച്ചുകളാണ് ഈ ആംഗ്ലിക്കൻ ചർച്ചായിട്ട് വരുന്നത്. പിന്നെ അതിനകത്തായാലും ശരി, നമ്മൾ ബാപ്റ്റിസം കഴിയാതെ ഒരിക്കലും ഒരാളെ ക്രിസ്ത്യൻ രീതിയിൽ ഫ്യൂണറൽ ചെയ്യാൻ പറ്റത്തില്ല. അത് സഭയുടെ നിയമമാണ്. ഇപ്പോൾ രേണുസുതിയുടെ പള്ളി എന്ന് പറഞ്ഞാൽ ഒരു പുള്ളി ആദ്യ സുവിശേഷകനായിട്ട് നിന്ന് അതിന് പെട്ടെന്ന് പുള്ളിക്കാൻ ഒരു പള്ളി തട്ടിക്കൂട്ടി അങ്ങനെ തുടങ്ങിയൊരു ചർച്ചാണത്. അല്ലാണ്ട് അത് ആംഗ്ലിക്കൻ സഭയല്ല. തങ്കം ചേട്ടാ, താൻ ഏത് സഭയിലുള്ള ആളാണോ? താൻ ആരാ ശരിക്ക്? ആംഗ്ലിക്കൻ സഭയിൽ ഉൾപ്പെട്ട ഒരു വ്യക്തി വന്ന് പറയുന്നത് കേട്ടല്ലോ. കേട്ടല്ലോ നിങ്ങളെല്ലാവരും. അപ്പൊ ഈ തങ്കം ചേട്ടൻ പറഞ്ഞതൊക്കെ ഏത് സഭയിലെ കാര്യമാ? ഏതോ ഒരുത്തൻ സ്വന്തമായിട്ടൊരു പള്ളി ഉണ്ടാക്കി ഇപ്പൊ അവനകത്താ. എന്തായാലും അവൻ സേഫ് ആയിട്ട് അകത്താ. ഇതൊന്നും കേൾക്കാൻ നിൽക്കേണ്ട വന്നില്ല. അവന്റെ കീഴെ പോയി കയറി അങ്ങ് കൊടുത്തു. എടോ തങ്കം ചേട്ടാ, താനൊക്കെ ഒരു പാവം വ്യക്തിയെ ഈ ഉടായ്പ് പള്ളിയുടെ സെമിത്തേരി കൊണ്ട് അടക്കി. അയാളുടെ ആത്മാവ് പൊറുക്കില്ല തന്നോടൊക്കെ. മനസ്സിലായോ? തന്നോട് തൻ്റെ മോളോടൊന്നും. അതാണ് ഇപ്പൊ ഈ അനുഭവിക്കുന്നത്. നാട്ടുകാരുടെ വായിൽ ഇത്രയും കേട്ടുകൊണ്ടിരിക്കുന്നത്. താനൊക്കെ തന്നെ ഒന്ന് തലവെച്ച് കൊടുക്കുന്നത് ഓരോന്ന് പറഞ്ഞ്. തനിക്കൊന്നൊരു ബോധമില്ലേ? തനിക്ക് വന്ന് തൻ്റെ ആ ഒരു സഭയെ വെച്ചുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നിരുന്ന് പൊട്ടത്തരം പറയുമ്പോൾ അതിനകത്തുള്ള ആളുകൾ വന്ന് സംസാരിക്കും എന്ന് മനസ്സിലാക്കാനുള്ളൊരു ബോധം പോലും തനിക്കൊക്കെ ഇല്ലാതെ ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആ മണ്ണിനടിയിൽ കിടക്കുന്ന മനുഷ്യൻ തരുന്നതാണോ തനിക്കൊക്കെ പണി? എനിക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തരുന്നത് അയാൾ ആരുമില്ലാതെ മര്യാദയ്ക്ക് അടക്കേണ്ട ഒരു വ്യക്തിയായിരുന്നു. ആ വ്യക്തിയെ കൊണ്ട് അവിടെ കുഴിച്ചിട്ടു. എന്നാൽ ഓക്കെ, ക്രിസ്ത്യൻ ആചാരപരമായി ആയിക്കോട്ടെ, എങ്ങനെ വേണമെങ്കിലും മനുഷ്യൻ ജനിക്കുന്നു മരിക്കുന്നു, അത്രേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ കിടന്ന് കാണിച്ചു കൂട്ടുന്ന കുറെ വർഷങ്ങളിൽ എന്തൊക്കെയോ നമ്മൾ കാണിച്ചു കൂട്ടി പോകുന്നു, അത്രേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് വലുതായിട്ടൊന്നും ഇല്ല. പിന്നെ ഒരുപാടങ്ങ് പറയാനാണെങ്കിൽ എന്നെ സംബന്ധിച്ച് ജാതി മതം എന്നൊക്കെ പറയുന്നത് ജീവിക്കുന്ന ഒരു 60-70 വർഷം, അതിൻ്റെ ഇടയ്ക്കുള്ള കുറെ കടുപിടിക്കുള്ള കുറെ കാര്യങ്ങളാണ് അതൊക്കെ എന്നെ സംബന്ധിച്ച് കേട്ടോ. അല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഇല്ല. ഇത് പക്ഷേ എന്തോന്നാടോ താൻ എന്തോ വന്നിരുന്ന് പറഞ്ഞത് ആ ഒരു സഭയിലുള്ളൊരു വ്യക്തി പറയുന്നത്? തന്നെ വിശ്വസിക്കണോ ഇദ്ദേഹത്തിനെ വിശ്വസിക്കണോ? ഞങ്ങള് തന്നെ എന്തായാലും വിശ്വസിക്കാൻ ഞങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ് തങ്കം ചേട്ടാ കേട്ടോ, ഇച്ചിരി ബുദ്ധിമുട്ടാ. നിങ്ങൾ ബാക്കി കുറച്ചും കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് കേൾക്ക്, എന്നിട്ട് ഞാൻ ബാക്കി സംസാരിക്കാം. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഇപ്പം നമ്മളിപ്പം ബോൺ ബർത്തിൽ തന്നെ പിള്ളേർ മരിച്ചാലും ക്രിസ്ത്യാനിറ്റി മരിച്ചാലും നമ്മൾ ആ സമയത്ത് അടക്കുന്നതിന് മുമ്പ് അച്ഛന്മാർ വന്നൊരു പ്രത്യേക ഒരു ആശീർവാദം നടത്തി അവരെ ഒരു ബാപ്റ്റിസം പോലെ ചെയ്യും. എന്നിട്ടേ ആണല്ലോ അവരെയും നമ്മൾ ക്രിസ്ത്യൻ രീതിയിൽ നമ്മൾ അടക്കത്തുള്ളൂ. അതിപ്പം ബോൺ ബർത്തിലായാലും അങ്ങനെയാണ്. കേട്ടല്ലോ നിങ്ങൾ? ഒരു കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെ അത് മരിച്ചു. പക്ഷെ അതിനെ ക്രിസ്ത്യാനിറ്റി പ്രകാരം അടക്കണമെങ്കിൽ അതിനെ പോലും ചെറിയ രീതിയിലുള്ള ഇതുപോലുള്ള ആചാരങ്ങളൊക്കെ ഉണ്ട്, അത് കഴിഞ്ഞിട്ടേ അടക്കുള്ളൂ. അപ്പോഴാണ് ഈ തങ്കഞ്ചേട്ടൻ വന്നിട്ട് പറയുന്നത് ഒന്നും വേണ്ട, ഈ നേരെ കൊണ്ടുവന്നാൽ മതി, പള്ളിയുടെ സെമിത്തേരി കൊണ്ട് കുഴിച്ചിടാം, സെറ്റ്, പരിപാടി കഴിഞ്ഞു. താനൊക്കെ കാണിച്ച തലവേരുത്തരം കാരണം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. സുധി എന്ന് പറയുന്ന വ്യക്തി, അയ്യോ, അയാൾ സത്യം പറഞ്ഞാൽ നരകവേദനയായിരിക്കും അവിടെ കിടന്നിട്ട് അനുഭവിച്ചു കാണും. അയാളുടെ ആത്മാവൊക്കെ ഇപ്പോഴും എവിടെയോ ഇരുന്ന് അങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന ചെറിയ രീതിയിലുള്ള വിശ്വാസങ്ങളൊക്കെ ഉള്ള ആൾ തന്നെയാണ് ഞാനും. ഓക്കെ, മരണശേഷം ഒരു ജീവിതം ഉണ്ട്, വേണ്ട, ഞാൻ അതിനെപ്പറ്റിയൊക്കെ കൂടുതൽ സംസാരിക്കാൻ പോയാൽ ഇവിടെ കല്ലേറും തുപ്പലും ആയിരിക്കും, വേണ്ട. പക്ഷേ ഇതൊക്കെ എല്ലാം പോട്ടെ, ഇയാൾക്കൊക്കെ എങ്ങനെ എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ടിരുന്നത് പറയാൻ തോന്നുന്നു? അതാ ഞാൻ ആലോചിക്കുന്നത്. ആംഗ്ലിക്കൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, കയ്യിൽ നിന്ന് മൊത്തത്തിൽ പോയി തങ്കം ചേട്ടൻ്റെ മോളുടെയും കയ്യിൽ നിന്ന് പോയി, ഇനി നിൽക്കത്തില്ല. മറ്റേ ആ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി, അയാളൊക്കെ ഒരു കേസ് കൊണ്ട് കൊടുത്താൽ നീയൊക്കെ പെടും. പ്രത്യേകിച്ച് നിങ്ങളുടെ മകൾ
ഇവിടെ അതൊക്കെ പോട്ടെ, വേറൊരു സാധനം ഇന്ന് ഒരു പള്ളിയിലച്ഛനെ ഞാൻ നിങ്ങളെ കുറെ പേര് കണ്ടതായിരിക്കും, ഞാൻ അതുകൊണ്ട് ഒരുപാടൊന്നും അത് കാണിക്കത്തില്ല. ജസ്റ്റ് ഒരു കുഞ്ഞു ക്ലിപ്പ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാവേ. അദ്ദേഹം പറയുന്ന, രേണു ഇതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നീ പിന്നെ ഒന്നും കാണത്തില്ലല്ലോ. സോ ആ പേരെൻ്റെ വായിന്ന് വീണു, സോറി സേറു, സോറി. രേഷ്മ ചേച്ചി എപ്പോഴെങ്കിലും ഏതെങ്കിലുമൊക്കെ വീഡിയോ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് വീട് വെച്ച് തന്ന ആ ഒരു ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി പറയുന്നതോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട് വെക്കാൻ സ്ഥലം തന്ന ആ പള്ളിയിലച്ഛൻ്റെ ഒരു ഇന്റർവ്യൂ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ പറ്റുമെങ്കിൽ ഒന്ന് കാണണേ. ഇതൊക്കെ പറ്റുമെങ്കിൽ രേഷ്മയും രേഷ്മയുടെ ഡാഡിക്കുള്ളായിട്ടുള്ള തങ്കച്ചൻ സാറും ഒന്ന് കാണണേ. തങ്കച്ചൻ സാറേ, എന്നിട്ട് ഇത്തിരി ഉളുപ്പെന്നാണോ ഒക്കെ ഇറങ്ങി പോവാ വീട്ടിൽ നിന്ന്. സീരിയസ്ലി ഇറങ്ങിപ്പോ. എന്നിട്ട് ആ കിച്ചു എന്ന് പറയുന്ന പയ്യൻ വന്ന് താമസിക്കട്ടെ അവിടെ. ഇച്ചിരി ഉൾപ്പുള്ളവർക്ക് ഇതൊക്കെ കേട്ടിട്ട് ഇച്ചിരി ഉൾപ്പുള്ളവർ അവിടെ നിൽക്കത്തില്ല കേട്ടോ. ഇതും കൂടെ ഒന്ന് കേട്ടോ. രേണു സുധി എന്ന് പറയുന്ന ഒരു കലാകാരിക്കോ, രേണു സുധിയുടെ ഫാദറിനോ, രേണു സുധിയുടെ മദറിനോ, രേണു സുധിയുടെ ചേച്ചിക്കോ, രേണു സുധിയുടെ ചേച്ചിയുടെ കുടുംബത്തിനോ ഞാൻ ഒരു സെന്റ് സ്ഥലവും കൊടുത്തിട്ടില്ല, കൊടുക്കുകയുമില്ല. അവർക്ക് അദ്ദേഹത്തിന് മാനനഷ്ടമാണ്, ബിസിനസ്സിന് ഉണ്ടാക്കുന്ന നഷ്ടമാണത്. അത് വലിയൊരു, ഞാൻ അഡ്വക്കേറ്റുമായിട്ട് സംസാരിച്ചായിരുന്നു. പുള്ളി ഒരു പരാതി കൊടുത്താൽ തന്നെ അത് പ്രശ്നമാണ്. കാരണം ഫിറോസിന്റെ കാര്യമാണ് ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞത്. ഫിറോസ് ഒരു കേസ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പെടും. കാരണം ചെക്കിങ് വരികയാണ്, ആ വീടിനകത്ത് ഇവർ ഈ പറയുന്ന കണക്ക് ഹാളിലും അവിടെ ഇവിടെയൊക്കെ ഒന്നും ചോർച്ചയൊന്നും ഇല്ലെങ്കിൽ പെട്ടു. നമ്മുടെ രേഷ്മ ചേച്ചിയും രേഷ്മൻ ചേച്ചിയുടെ അച്ഛനും എല്ലാ മതപരമായിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ ഒരുപാട് അറിയാവുന്ന, ആരെ കിട്ടിയാലും നേരെ കുഴുതോണ്ടി പുതപ്പിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട തങ്കൻ ചേട്ടനും ഉള്ളേ പോവും. ഓക്കെ, തങ്കൻ ചേട്ടൻ ചിലപ്പോൾ പോകത്തില്ല, പക്ഷെ മോള് പോവും. അതിനുള്ള എല്ലാ വകുപ്പും ഉണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തങ്കൻ ചേട്ടനെ വിടുക, പ്രായമായി പോട്ടെ. നമ്മുടെ രേഷ്മ ചേച്ചിയും വിടുക, കാരണം ആ പിള്ളേരുടെ പേരിലുള്ളതാണ്, ആ ഇളവയ്യൻ്റെ അമ്മയാണ്, ആ വീട്ടിൽ നിന്നോട്ടെ. പക്ഷെ അതല്ലാതെ ഈ അവിടെ കയറി കിടക്കുന്ന ഒരു സഹോദരിയൊക്കെ ഇല്ലേ, സഹോദരിയുടെ കുടുംബമൊക്കെ ഇറങ്ങി പൊക്കൂടെ. ഇച്ചിരിയെങ്കിലും ഉളുപ്പിനി നിനക്കൊക്കെ ഉണ്ടെങ്കിൽ നീയൊക്കെ ആ വീട്ടിൽ വന്ന് കയറത്തില്ല. മനസ്സിലായോ? ആ വീട് ഇനി നിന്റെ വേണ്ട, ഞാൻ കൂടുതലെല്ലാം പറഞ്ഞാൽ തെറ്റിപ്പോവും. ഇച്ചിരിയെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഇറങ്ങിപ്പോവാ. ഈ സാരി ഇപ്പൊ പുറത്തു വന്ന നിമിഷത്തിൽ ആ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടതാണ്. ഇച്ചിരിയെങ്കിലും ഉണ്ടെങ്കിൽ, ഇച്ചിരി ഉളുപ്പുണ്ടെങ്കിൽ അവരോട് ഇറങ്ങി. നിങ്ങൾ കണ്ടോ, ജനങ്ങളെ നിങ്ങൾ കണ്ടോ? ഇനി ആ വീട്ടിൽ നമ്മൾ അവരെ കാണില്ല. ഒരു ഉളുപ്പും പാനമൊന്നും ഇല്ലെങ്കിൽ അവിടെ തന്നെ നിൽക്കും. ആ വീട് വെച്ചു തന്ന ആളും ആ വീടിരിക്കുന്ന സ്ഥലത്തിന്റെ ശരിക്കുള്ള ഉടമസ്ഥനും ഒക്കെ നിങ്ങൾക്ക് തന്ന ആള്, ഇപ്പൊ ഉടമസ്ഥൻ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നിങ്ങൾക്ക് അത് ദാനം തന്നു എന്നാണല്ലോ എപ്പോഴും പറയുന്നത്. ആ ദാനം തന്നവർ തന്നെ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി തന്നതല്ല, പിള്ളേർക്ക് കൊടുത്തതാ. കേട്ടില്ലേ? ഇറങ്ങിപ്പോ. പിന്നെ ആംഗ്ലിക്കൻ തങ്കൻ ചേട്ടാ, സഭക്കാരുണ്ടല്ലോ കല്ല് വലിച്ചെറിയും. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. വന്നിരുന്ന് തോന്നിയ ദിവസം എല്ലാം കൂടെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പം എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് നിങ്ങൾക്കും കൂടെ പാസ് ചെയ്തു. കാരണം ഒരുപാട് പേര് അറിയാത്തവർ കാണും, എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. പക്ഷേ ഈ CSI CMS ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം വരുന്നത് ഈ ഒരു ആംഗ്ലിക്കൻ്റെ അണ്ടറിലാണ്. എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. എനിക്ക് ആ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്ത ചേട്ടനോട് ഞാൻ വീണ്ടും ഒരു നന്ദി പറയുന്നു. നിങ്ങൾക്ക് അറിയാത്ത ആരെങ്കിലും ഒക്കെ കാണും, അറിഞ്ഞില്ലേ, നന്നായില്ലേ? ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ടവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.